ഗായ്സ്, എല്ലാവർക്കും ഡീപോർട്ട് ആയ വ്ളോഗിലേക്ക് സ്വാഗതം. ഗായ്സ്, എനിക്കിതിപ്പോൾ ഒന്നും പറയാൻ എനിക്കൊരു സമയമില്ല. കാരണം എനിക്ക് മൊത്തത്തിൽ തലയ്ക്ക് തീ പിടിച്ച് കത്തിക്ക് പുകഞ്ഞ് മണത്തോണ്ടിരിക്കുകയാണ്. കാര്യം വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ ഓൺ ദ വേ നമ്മൾ അംഗനവാടിയിലേക്ക് വിടാൻ വേണ്ടി പോവാണ്. കാരണം അവർ നമ്മളോട് ഇപ്പോൾ ഒരു വലിയ തെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ തെറ്റ് നമുക്കിവിടെ തെളിയിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മളത് നേരെ പോയി അംഗനവാടി പോയി നമ്മൾ വീഡിയോ അടക്കം ഷൂട്ട് ചെയ്ത് ഈ വീഡിയോയിൽ ഇടുന്നുണ്ട്. അപ്പം നിങ്ങളത് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. കാരണം പൈങ്കിളി ഇപ്പം സ്കൂൾ വിട്ട് വന്നോളൂ. നമ്മൾ പുഴയെ പോകാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. അപ്പം അങ്ങനെ ഇപ്പം സ്കൂൾ വിട്ട് വന്നു. അപ്പം അംഗനവാടി കയറി ഇപ്പം അങ്ങനെ ഫുഡ് എല്ലാ മാസവും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അങ്ങനെ അംഗനവാടി പോയി ചോദിക്കുമ്പോൾ ടീച്ചർ പറയാണ് 18 വയസ്സായതല്ലേ, പേര് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. ജനുവരി വരെ ഫുഡ് വാങ്ങിക്കൊണ്ടിരുന്ന പൈങ്കിളിനോടാണ് ടീച്ചർ പറയുന്നത് പങ്കന്റെ പേരില്ല, 18 വയസ്സായില്ലേന്ന്. കഴിഞ്ഞ മാസത്തെ ഫുഡ് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഓർത്തു ശരി, ഇന്ന് ആർക്കും കിട്ടിക്കാണില്ല എന്ന് നമ്മൾ ഓർത്തു, കണ്ണടച്ചു. പക്ഷേ ഈ മാസം നമ്മൾ പൈങ്കിളി പോയി കഴിഞ്ഞപ്പോൾ പൈങ്കിളിക്ക് 18 വയസ്സായി, പേരില്ല, ആധാർ കാർഡ് തെറ്റാന്ന് എന്തൊക്കെയോ പറഞ്ഞു. വിളിച്ചു നോക്കുമ്പോൾ ടീച്ചർ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം തരാതെ ടീച്ചർ ഫോൺ കട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ബാക്കിൽ കള്ളത്തരം ഉണ്ടോ നമുക്കിവിടെ ശരിക്കും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതെന്താന്നുള്ള കാര്യം നമുക്ക് ഇപ്പം തന്നെ പോയി അന്വേഷിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അംഗനവാടി പോകുന്ന അടക്കമുള്ള അവർ പറയുന്ന അടക്കമുള്ള വീഡിയോ ഞാൻ ഇപ്പോൾ ഇവിടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് വേഗം അംഗനവാടിയിലേക്ക് വിടാം. ഫുഡ് പോലും കഴിക്കാതെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മൾ പുഴയിലേക്ക് തുണി എടുത്ത് വെച്ചിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അത് തന്നെ, പൊരിഞ്ഞ വെയിലത്താണ് നമ്മൾ പോകുന്നത്. കാരണം ഇതിന്റെ സത്യാവസ്ഥ എന്താ നമുക്ക് അറിഞ്ഞിട്ട് തന്നെ ഉള്ളു കാര്യം. അത് തന്നെ, ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. കുറേ ആയി കാര്യം എന്റെ കാര്യത്തിൽ ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താന്ന് ശരിക്കും നമുക്ക് അറിയണം. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ 4 പേരും ഇതേ നമ്മുടെ വെള്ളിമല അംഗൻവാടിയിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഏകദേശം എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിനെപ്പറ്റി ഒത്തിരി ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അംഗൻവാടിയിൽ എപ്പോൾ ഫുഡ് വാങ്ങാൻ വന്നാലും നമ്മൾ ഷോർട്സ് ഇടാറുള്ളതാണ്. അങ്ങനെ നമ്മളിത് അംഗൻവാടിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഡയറക്റ്റ് ഇനി നമ്മളോട് ചെയ്തത് ഏതൊക്കെയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡയറക്റ്റ് നമുക്കങ്ങ് നേരെ നിങ്ങൾ ചോദിച്ചു നോക്കാം. ഓക്കെ ഗായ്സ്. എന്താ എങ്ങനെ പേര് പോയത്? ബാക്കി ആറിനും പറ്റില്ല, അതീനെ മാത്രം എന്താ പോയത്? പിന്നെ ഇതിനകത്തുനിന്ന് പിന്നെ നിങ്ങൾ കഴിഞ്ഞ മാസം ഒന്നും വന്നിട്ടില്ല, ഇല്ലാത്തതുകൊണ്ടാണ് വരാത്തന്നല്ല. കഴിഞ്ഞ മാസം ഇല്ലാന്നല്ലേ പറഞ്ഞത്? ഗ്രൂപ്പിലുണ്ട്. എന്തുകൊണ്ട് പേരില്ല അതാണ് എനിക്കറിയുന്നത്. എന്തുകൊണ്ട് അവിടെ പേരില്ല? അതിനെ പേര് ഇത്ര കാലം ഉണ്ടായിരുന്നു, ഔട്ടായി പോയിടി. ബാക്കിയുള്ളവരെ പോയില്ലല്ലോ, അതിനെ മാത്രം എങ്ങനെ പോയത്? പക്ഷെ ഇത് ഡേറ്റ് അടിച്ചതിന്റെ എന്ത് വ്യത്യാസം വന്നു കാണോ? മാത്രം എങ്ങനെ വ്യത്യാസം വരുന്നത്? 17 വയസ്സ് കഴിഞ്ഞ മാസം ഇല്ലായിരുന്നു ടീച്ചർ പറഞ്ഞായിരുന്നു. കഴിഞ്ഞ മാസം ഇല്ലായിരുന്നു കഴിഞ്ഞ മാസം ഇല്ല. അല്ല, അതിന് മുമ്പത്തെ മാസം ഇവര് മേടിച്ചില്ലേ? ഈ ഒരു മാസമല്ലേ ഉള്ളൂ, ഈ ഒരു മാസല്ലേ അത് കഴിക്കാം. അല്ല, ടീച്ചർ എന്ന് പൈങ്കിളിനോട് പറഞ്ഞല്ലോ കഴിഞ്ഞ മാസത്തെ എന്താ വന്ന് ചോദിച്ചല്ലോ. അതെന്താ അപ്പം മുന്നത്തെ ഉള്ളൂ. അപ്പൊ പിന്നെ പങ്കനോട് എന്താ കഴിഞ്ഞ മാസം വാങ്ങാത്ത എന്താ ചോദിച്ചത്? എന്താ നമ്മൾ ഇല്ലാന്ന് പറഞ്ഞോണ്ടല്ലേ ഇപ്പൊ ഇല്ലാന്ന് പറയുന്നത്? അല്ലേ? അതന്നെ. ഞങ്ങൾക്ക് 18 വയസ്സ് കഴിഞ്ഞാൽ പോകും. അല്ലല്ല, പൈങ്കിളിക്ക് ഇവിടെ 18 വയസ്സ് കഴിഞ്ഞിട്ടില്ല, 15 വയസ്സിലായിട്ടുള്ളൂ. പിന്നെ എങ്ങനെയാണ് അത് ശരിയാവുന്നത്? ഇത്രയും പേരുടെ പോയില്ല, ഒരാളുടെ മാത്രം എങ്ങനെ പോകും? ചൂടായാലും ചേച്ചി കാര്യം പറഞ്ഞല്ലേ, ചൂടാവുന്നില്ലല്ലോ അല്ലേ? കാര്യം നമുക്ക് അറിയണല്ലോ, എല്ലാ കാര്യം നമുക്ക് അറിയണല്ലോ. കേസിന്റെ ഒന്നും അല്ല, അത് നമ്മുടെ അവകാശമാണ് ടീച്ചറെ, അവകാശമാണ്. ഇല്ല, നിങ്ങൾ എടുത്തു വെച്ചു നമ്മളൊന്നും പറയുന്നില്ല. ഗവൺമെന്റിന്റെ അവകാശം നമുക്ക് തരുന്നതാണ്. ഫുഡ് തരാന്ന് പറഞ്ഞല്ലോ, ചേർത്തിട്ട് തന്നാ മതി. കഴിഞ്ഞ മാസം ഫുഡ് ആർക്കും കൊടുത്തിട്ടില്ല. സത്യമാണല്ലോ അല്ലേ? നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. 18 വയസ്സായി പൈങ്കിളിനെ തിരിച്ചു വിട്ടത്, അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കഴിഞ്ഞ മാസം ഇല്ലാന്ന് പറഞ്ഞു.
ചെയ്യുന്നത്. ഒരാളുടെ പേര് മാത്രം എങ്ങനെ ആ ലിസ്റ്റിൽ നിന്ന് പോയി. ബാക്കി സംഭവം 2-3 പേര് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ അല്ല ഇവര് രണ്ടുപേരുടെ പോയി അവരുടെ ഞാനിപ്പോ വിളിച്ച് പറഞ്ഞു നിങ്ങളുടെ 18 ഇനി നിങ്ങൾക്ക് ഇല്ലാന്ന് പറഞ്ഞു. പക്ഷെ 18 ആയവരുടെയാണ്. പക്ഷെ ഇവിടെ 15 വയസ്സായവരുടെ എങ്ങനെ പോകും? ചിലപ്പോ അടിച്ചതിന്റെ മിസ്റ്റേക്ക് ആയിരിക്കാം. ആരടിച്ചതിന്റെ മിസ്റ്റേക്ക്? അപ്പൊ ഇത്രയും നാളില്ലായിരുന്നോ? ബാക്കിയുള്ളവരുടെ ഇപ്പൊ എന്തെങ്കിലും കറക്റ്റ് ആയത് അടിച്ചു കാണും. അതുകൊണ്ടാ മറ്റുള്ളവരൊന്നും കംപ്ലൈന്റ് വന്നിട്ടില്ല. മറ്റുള്ളവർ പറയില്ല, അവർക്ക് കിട്ടിയാലും കുഴപ്പമില്ല, കിട്ടുന്നതുകൊണ്ട് അവർക്ക് കംപ്ലൈന്റ് പറയേണ്ട ആവശ്യമില്ല. ഒന്ന് പറ ചേച്ചി, അവിടെ ഞാൻ ഇവളോട് സംസാരിക്കാം. നിങ്ങൾ അവരോട് പറ ചേച്ചി. അവര് ആരോട് പറഞ്ഞാലും കാര്യമാണോ? ചെറിയ പിള്ളേരാണോ വലിയ? അത് പോട്ടെ, കാര്യം ആര് പറഞ്ഞാലും കാര്യമാണോ? കാര്യമല്ല. അത് ഞാൻ അമ്മയോട് പറഞ്ഞു. ഇപ്പൊ കാര്യം അമ്മേനോടായാലും ഞങ്ങളോടായാലും കാര്യം തന്നെയല്ലേ ടീച്ചറെ? അതെ മക്കളെ, അത് 18 വയസ്സായവരുടെ നമ്മളതല്ല ചോദിക്കുന്നേ. 15 വയസ്സായ ഒരാളുടെ മാത്രം എങ്ങനെ വന്നു? വേറെ 15 വയസ്സായ എന്തോരം പിള്ളേരുണ്ട്, അവരുടെ എന്തുകൊണ്ട് വന്നില്ല? ഈ 15 വയസ്സായ ഒരാളുടെ മാത്രം അങ്ങനെ തെറ്റാന്ന് മനസ്സിലായി, സമ്മതിച്ചു. പിന്നെ എന്താ 18 വയസ്സായിട്ട് പൊക്കോന്ന് കൊടുക്കാതെ വിട്ടത്? കഴിഞ്ഞ ഒരു മാസത്തെ അത് ഞങ്ങൾ സാറിന് ചോദിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തരും. തരണം, തന്നാ മതി. അത്രയല്ലേ ഉള്ളൂ. അതിന് ഇങ്ങനെ ചൂടാകണ്ട. ചൂടായതല്ല, 18 വയസ്സായി തിരിച്ചു വിട്ടു. ഇപ്പൊ നിങ്ങളുടെ ആരെങ്കിലും മക്കളോട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാല് നിങ്ങൾ ഇങ്ങനെ തന്നെയല്ലേ പ്രതികരിക്കുക? അവിടെ അന്യായം കണ്ടാൽ ചോദിക്കാതിരിക്കോ? നമ്മൾ എന്ത് അന്യായം കണ്ടാലും ചോദ്യം ചെയ്യും. ഇപ്പൊ മറ്റുള്ളവരുടെ കാര്യത്തിലാണെങ്കിലും നമുക്കത് ഇടപെടേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിലെ കൊച്ചിന്റെ കാര്യം 18 വയസ്സായെന്ന് പറഞ്ഞ് തിരിച്ചു വിട്ടു കഴിഞ്ഞാൽ പിന്നെ ചോദ്യം ചെയ്യണ്ട. 18 വയസ്സായിട്ടില്ലല്ലോ, ആധാർ കാർഡ് അടക്കം 100 പ്രാവശ്യമാണ് ആധാർ കാർഡ് നമ്മൾ കൊണ്ടുവന്നിട്ട് ആക്കുന്നത്. പിന്നെ എങ്ങനെ ആ പേര് അവിടുന്ന് പോയി? അത് ഒരു മാസത്തെ വിഷയമല്ലേ ഉള്ളൂ. ആ ഒരു മാസം നിങ്ങൾക്ക് അതെ, അല്ലല്ല, അത് പേര് പൈനീന്റെ മാത്രം പേര് എങ്ങനെ പോയി? പറഞ്ഞില്ലായിരുന്നല്ലോ എന്നോട്. അത് വീട്ടിൽ വന്ന് പറഞ്ഞിട്ട് ടീച്ചറിനെ വിളിച്ച് ചോദിച്ചാൽ മാത്രമാണ് ടീച്ചർ. അതെല്ലാം വ്യക്തമായ ഉത്തരം തരാതെയാണ് കോള് കട്ട് ചെയ്യുകയും ചെയ്തത്. അതാണ് നമ്മളിപ്പോ ഇവിടെ വരണ്ട വന്നത്. ഒരു മാസത്തെ ഫുഡ് ഇങ്ങനെ ആവുമ്പോഴത്തേക്ക് നിങ്ങൾ ഇങ്ങനെ ചൂടായി എന്ത് ചെയ്യും? ഒരു മാസത്തെ ഫുഡിന്റെ കാര്യം മാത്രമല്ല, അതല്ല, ഈ മാസം ഉള്ളൂ മക്കളെ. എന്ത് വന്നപ്പോ എന്താ പറഞ്ഞത്? 18 വയസ്സായി എന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടു. അതന്നെ, അല്ലാതെ കഴിഞ്ഞ മാസത്തെ കാര്യമല്ല നമ്മളിപ്പോ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ അന്വേഷിച്ച് നോക്കിയ സമയത്ത് എല്ലാവർക്കും മാത്രം പേരെന്തുകൊണ്ടാ പോയത്? അവരുടെ പേരെന്താ പോയത്? അവർക്ക് 18 വയസ്സായിട്ടില്ലല്ലോ. നമ്മള് വ്യക്തമായിട്ട് ആധാർ കാർഡ് ഇവിടെ സബ്മിറ്റ് ചെയ്തിട്ടാണല്ലോ നമുക്ക് ഇതെല്ലാം കിട്ടുന്നത്. അപ്പൊ പിന്നെ പേരെങ്ങനെയാ പോകുന്നത്? ഒരു മാസത്തേ ഉള്ളൂ. അപ്പൊ പേര് വ്യത്യാസപ്പെട്ട് അടിച്ചു കാണുമായിരിക്കും. അതന്നെ, നമ്മള് വഴക്കൂടാനോ കാര്യത്തിനൊന്നും അല്ല വന്നത്. നമ്മള് കാര്യം പോലെ ഒന്ന് അറിയാൻ വേണ്ടിട്ടാണ് നമ്മൾ വന്നത്. അല്ല നമുക്ക് ഇവിടെ ഒരു വിഷയം ആക്കണം എന്നൊന്നും നമുക്കൊരു ഇതില്ല. അത് മതി അല്ലേ? അത് മതി. ഞങ്ങൾ ഇച്ചിരി പഠിപ്പുള്ളവരും വിദ്യാഭ്യാസമുള്ള വീട്ടിൽ അതിന് ഞങ്ങള് പഠിപ്പുള്ളവരൊന്നും പറഞ്ഞില്ലല്ലോ. നമ്മളതൊന്നും അല്ല പറഞ്ഞത്. ഇവരിതിന് ഈ പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറയുന്നത് മനസ്സിലാവാൻ വേണ്ടിട്ടാണ് നമ്മൾ മനസ്സിലായാ മതി. തിരുത്തിയാ മതി. മനസ്സിലാക്കിയാ തന്നെ തെറ്റ് മനസ്സിലാക്കി തിരുത്തിയ വലിയ സഹായം ഏറ്റവും നല്ല. അതന്നെ, അങ്ങനെ തന്നെ ചെയ്യണം. ചോദിച്ചത് കൊണ്ട് മാത്രം. അതെ, അതന്നെ നമ്മള് പറഞ്ഞോണ്ട്. അതന്നെ ഉണ്ടാവില്ല. നിന്റെ അങ്ങനെ എന്താ ചെയ്തില്ല? 18 വയസ്സാകുന്നതിന് മുമ്പേ അതന്നെ നമ്മൾ കുറെ പ്രാവശ്യം കണ്ണടച്ചിട്ടുണ്ട്. പക്ഷെ ഇത് നമുക്ക് കണ്ണടയ്ക്കാൻ പറ്റില്ല. അതന്നെ, 1-2 തെറ്റുകൾ ക്ഷമിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ അത് കറക്റ്റ് തന്നില്ലേ? ആ മോൾക്ക് കറക്റ്റ് ഞാൻ കിട്ടി തന്നില്ലേ? അതെല്ലാം നിനക്ക് കറക്റ്റ് തന്നായിരുന്നു. കൊണ്ടെന്ന് പറയുമ്പോ ഒന്ന് വാങ്ങാം, അത്രയല്ലേ? നമ്മൾ തന്നെ രണ്ടാമത് നമ്മുടെ ആധാർ കാർഡ് കൊണ്ടുപോയിട്ട് അതന്നെ. ഇതിപ്പോ നല്ല കാര്യമല്ലോ. ഇതിപ്പോ എല്ലാ പ്രാവശ്യം വരുമ്പോൾ ഇത് കൊണ്ട് കാണിക്കണം എന്ന് പറഞ്ഞ് എന്താ ചെയ്യുന്നത്? ടാഗ് ആക്കിയിട്ടുണ്ട്. ഇല്ലാന്ന് പറഞ്ഞു ടീച്ചറെ അത് വിളിച്ചു ചോദിച്ചപ്പോഴാണ് ടീച്ചർ പറഞ്ഞത്. ഗ്രൂപ്പിലേക്കൊന്നും ഇട്ടിട്ടില്ല. ടീച്ചറെ വിളിച്ചു ചോദിച്ചു. പിന്നെ ഈ 2 ദിവസം മുമ്പാണ്. അപ്പൊ കഴിഞ്ഞ മാസം ഫുഡ് ഉണ്ടായിരുന്നോ? കഴിഞ്ഞ മാസം മുത്താൽപ്പൊടി 1 കിലോ 1.5 കിലോ വെച്ചിട്ട്. അപ്പൊ അതേ മാസത്തേക്ക് തന്നാ മതി അല്ലേ? ഞങ്ങൾ ജനുവരി ഒന്ന് എല്ലാം വാങ്ങിയതായിരുന്നു. ജനുവരിയിൽ ആ വീഡിയോ എടുത്ത് നോക്കുക, ആ വീഡിയോയിൽ ഉണ്ടാവും. നമ്മള് 3 ദിവസം ജനുവരിയിലാണ് ഞങ്ങൾ ലാസ്റ്റ് വന്നത്. ഫെബ്രുവരി വന്നിട്ടില്ല. പിന്നെ ഇത് ഈ മാസം കഴിഞ്ഞ മാസത്തെ എന്താ റാഗി ഉണ്ടെന്ന് പറഞ്ഞല്ലോ.
അതിന്റെ മുമ്പത്തെ ആട്ടപ്പൊടി വന്ന് ആ മടിച്ചിട്ടേ കഴിഞ്ഞ മാസത്തെ ഉണ്ടെങ്കിൽ അത് ഈ മാസത്തേക്ക് തന്നാൽ മതി. ഇനി ഇറക്കട്ടെ. ഇപ്പൊ ഈ ഒരു മാസത്തെ ഇറക്കിയിട്ടുള്ളൂ. എല്ലാവർക്കും ഒരേ മാസത്തെ. ഇനി അടുത്ത ഈ ഒരു മാസത്തെ മാത്രം ഇറക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ കഴിഞ്ഞ മാസത്തെ റാഗി എന്ന് പറഞ്ഞത് റാഗിയോ അതല്ലേ പറഞ്ഞേ, അത് ഞങ്ങൾക്ക് ചോദിച്ചു നോട്ടെ, സാറോട് ചോദിച്ചു നോക്കട്ടെ. നിങ്ങളുടെ കയ്യിൽ അല്ല നിങ്ങളുടെ കയ്യിൽ വന്ന സാധനം അപ്പൊ അവിടെ പോയി. ഒരാളുടെ മാത്രമായിട്ട് 14 പിള്ളേരെ കറക്റ്റ് വിളിച്ച് എല്ലാരെയും വിളിച്ചിട്ടല്ലേ അവർക്ക് അവരുടെ ഫുഡ് കൊടുക്കുന്നേ. അപ്പൊ ഒരാളുടെ പെൻഡിങ് ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കില്ല, അത് വേറെ ആർക്കെങ്കിലും കൊടുക്കും. അപ്പൊ ഇതെന്ത് റെസ്പോൺസിബിലിറ്റി ഇല്ലായ്മ ചെയ്യുന്നത്? ചിലർക്ക് കിട്ടും, ചിലർക്ക് കിട്ടില്ല. പകുതി പേർക്കില്ല. 13 പേരെങ്കിലും അവർക്ക് അവരുടെ പേര് എഴുതി കൊടുക്കൂല. അല്ലാത്ത 13 പേരെ ഞങ്ങൾ എഴുതി കൊടുത്തു. ആ 13 പേർക്കാണ് വന്നിട്ട് ഞങ്ങൾ കൊടുത്തത്. നിങ്ങളെ പേരില്ലാത്ത കാരണം. അല്ല നമ്മുടെ പേര് ജനുവരി വന്ന് വാങ്ങിയവരുടെ പേര് പിന്നെ എങ്ങനെയാ? പേരില്ലെങ്കിൽ നിങ്ങൾ പറയേണ്ടല്ലായിരുന്നോ? അത് തന്നെ. ഇപ്പൊ എന്തെങ്കിലും പെൻഡിങ് ആയത് വിളിച്ചു വെച്ചിട്ട് അവർ അടുത്ത മാസം തരട്ടെ. തരുവോ അറിയത്തില്ല. എന്തെങ്കിലും നിങ്ങൾ തരാണ്ടിരുന്നിട്ടുണ്ടോ? അല്ല തരാണ്ടിരുന്നിട്ടില്ല. അല്ല ഇത്രയെല്ലാം കൂടെ ആയിട്ട് നമുക്കും കൺഫ്യൂഷൻ. ഇപ്പൊ തരുമോന്ന് വരെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ആദ്യം. ഞങ്ങൾ ഇതുവരെ അങ്ങനെ ആർക്കും കൊടുക്കാണ്ടിരുന്നിട്ടില്ല. നമുക്ക് നിങ്ങളെ പോലെ ഉള്ളത് കൊടുക്കാൻ. അപ്പൊ കഴിഞ്ഞ മാസം ഉള്ളത് എന്തുകൊണ്ട് പറഞ്ഞില്ല? കൊടുക്കാണ്ടിരുന്നില്ല നിങ്ങൾ പറയുന്നു. അവിടെ പോയിട്ടല്ലേ. അത് നിങ്ങളുടെ കയ്യിലെ തെറ്റല്ലേ? അത് നിങ്ങളുടെ കയ്യിലെ തെറ്റല്ലേ? ഔട്ടാക്കിയതൊന്നും അല്ലല്ലോ. നിങ്ങളുടെ കയ്യിലെ തെറ്റല്ലേ ഇത്? നമ്മളിത് വല്ലതും അറിയുന്നുണ്ടോ? അതൊക്കെ നിങ്ങളല്ലേ നോക്കുന്നത്. എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇങ്ങനെ അങ്ങ് വാങ്ങിയാ പോരെ. എന്നാലും മനുഷ്യന്മാര് കുറേയൊക്കെ അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ തെറ്റും കുറവൊക്കെ വരില്ലേ? വരും. അത് മനസ്സിലാക്കി തിരുത്തിയാ മതി. തെറ്റുകൾ നമ്മളോട് മാത്രമേ ഉള്ളൂ, അതാണ് വിഷയം. അത് ശരി, ബാക്കിയുള്ളവരെ എല്ലായിടത്തും ശരിയാ. അതന്നെ, നമ്മുടെ ഭാഗത്ത് നമ്മളെല്ലാം തെറ്റാവും. എന്താ നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നത്? ഉള്ള കാര്യമല്ലേ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുമ്പോ വ്യക്തമായിട്ടുള്ള ഉത്തരം തരണം. കഴിഞ്ഞ മാസം എന്തായാലും അത്രയും ഉണ്ടായിരുന്നല്ലോ, അതുണ്ടോന്ന് ടീച്ചറിനോട് വിളിച്ചു ചോദിച്ചാ ഇല്ല. അപ്പൊ ടീച്ചർ എന്തുകൊണ്ട് ഇല്ലാന്ന് അത് തെറ്റല്ല. നമുക്ക് വേറുള്ളവരുടെ കാര്യം കൂടെ അറിയണം. നമുക്ക് ഇവിടെ നമ്മുടെ കാര്യം മാത്രം അറിഞ്ഞാൽ മതി. ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കുത്തുന്ന സ്വഭാവം എല്ലാവർക്കും ഉള്ളത്. ഇങ്ങനെയൊന്നും അന്യായം ചെയ്യുന്ന അത്ര നല്ലതൊന്നും അല്ല അല്ലേ? സത്യമായിട്ടും തെറ്റുകള് നമ്മുടെ നേരെ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരൊന്നും തെറ്റല്ലേ? അത് ചെന്ന് ഒപ്പിട്ടേക്ക്. ഇനിയിപ്പോ ആരും പറയില്ല. അതാ അത് ചോദിച്ചപ്പോഴാ പറഞ്ഞത്, അല്ലെങ്കിൽ ഒന്നും പറയില്ല. അത് അത് തന്നെ 18 മതിയെന്നുള്ളൂ. അതെ അല്ലേ, നമ്മള് പോലും അറിയാതെ. അതെ, ഞാൻ പറഞ്ഞു ഇത്ര എടുത്തപ്പോ അങ്ങനെ 18 വയസ്സായിരുന്നു. എന്താ കഥ? ഞാൻ മെച്യൂരിറ്റി ലെവൽ 18 കംപ്ലീറ്റ് ആക്കിയത്. തെറ്റ് വേണ്ട ചോദ്യം ചെയ്യാൻ ഞങ്ങൾ പഠിച്ചുപോയി. ഞങ്ങൾ അതാ ശീലിച്ചത്. തെറ്റ് വേണ്ട ഞങ്ങൾ ചോദിക്കും. അത് അന്യായമായി കഴിഞ്ഞാൽ ചോദിച്ചു പോകണം ടീച്ചറെ. ഞങ്ങൾ ശീലിച്ചു പോയി. ബ്ലഡിൽ അലിഞ്ഞു ഇനി മാറ്റാനൊന്നും പറ്റുന്ന കാര്യമല്ല. എവിടുന്നത് അത് കൊണ്ടുവരട്ടെ. ടീച്ചറെ കിടന്ന് പരിങ്ങുന്ന്. എന്താ പരിങ്ങല്? നീ വന്നപ്പോ ടീച്ചർ എന്താ പറഞ്ഞേ? അംഗനവാടി കുറച്ച് മതി വന്നപ്പോ എന്താ ടീച്ചർ പറഞ്ഞേ? വന്നപ്പോ എന്താ പറഞ്ഞേ? ഞാൻ എന്നിട്ട് അവരൊന്നും മിണ്ടുന്നില്ല. 18 വയസ്സ് കഴിഞ്ഞില്ലേ? എന്താ SLC എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നവരുടെ 18 വയസ്സ് കഴിഞ്ഞില്ല. ഇവിടെ അതൊക്കെ ചേർത്തിട്ടില്ലേ നമ്മൾ വന്നത്? പോകുന്ന അറിയത്തില്ലായിരുന്നോ? എന്താ ഞാൻ പോലും അറിയാതെ 18 വയസ്സ് കേട്ടോ. അടുത്ത മാസത്തെ ഞങ്ങൾ നോക്കട്ടെ. അതില്ലെന്നേക്കുള്ളൂ. ആകാശത്തേക്ക് നോക്കിയപ്പോ കഴിഞ്ഞ മാസത്തെ ഒരു പറഞ്ഞിട്ട് തരുമെന്നല്ലേ പറഞ്ഞു? ഉണ്ടായിരുന്നു അമ്മേ. ഉണ്ടായിരുന്നു, നമ്മളെ വിളിച്ചപ്പോ ഇല്ലാന്നാണ് പറഞ്ഞത്. അത് വേറെ ഇപ്പൊ പറയാം. ഒരു മാസം ചോദിക്കാൻ ചെയ്തല്ല, നമ്മളെ വിളിച്ച് ചോദിച്ചിട്ട് ടീച്ചർ ഇല്ലാന്ന് പറയാൻ പാടില്ലായിരുന്നു. അത് ടീച്ചർ എഴുതുന്നത് തെറ്റ് തന്നെയാ. പിന്നെ 18 വയസ്സായി അതന്നെ ടീച്ചറുടെ ഭാഗം തന്നെ പറഞ്ഞു. ഞാൻ അത് തന്നെ ഇപ്പൊ ചോദ്യം ചെയ്തില്ലായിരുന്നു, നമ്മൾ അറിയൂല്ലായിരുന്നു. അത് തന്നെ. എന്താ കഥ? മറ്റുള്ളവർക്ക് ഞങ്ങൾ അഡ്ജസ്റ്റ് ആക്കി കൊടുത്തോളാം. നിങ്ങൾ ഇത് കൊണ്ടുപോകാം, മനസ്സിലാവുന്നവരുണ്ടാവും. ഞാൻ ഇത് പറഞ്ഞത് എനിക്ക് താല്പര്യം തന്നാണ്. അമ്മ ഇപ്പൊ കഴിഞ്ഞ മാസത്തെ അമ്മ പോയി. അപ്പൊ അതാണ് ടീച്ചർക്ക് പറ്റിപ്പോയത്. അല്ലാണ്ട് അമ്മേ
കഴിഞ്ഞ മാസത്തെ ഈ മാസത്തെ 2 മാസത്തെ തന്നിട്ടില്ല. എന്താ ഒരാൾക്ക് ഞങ്ങളോട് അല്ല. വേറെ അല്ല നമ്മള് ന്യായമുള്ള കാര്യം അത് ചോദിച്ചു അത്രേ ഉള്ളൂ. നമുക്ക് അറിയാത്തോണ്ട് നമ്മള് ചോദിച്ചു അത്രേ ഉള്ളൂ. ആ അല്ലാതെ വേറൊന്നുമില്ല. ഇനി തെറ്റുകളുണ്ട്, ഞങ്ങൾ ഇനിയും വരും, അത്രേ ഉള്ളൂ. തെറ്റുകൾ എവിടെ കണ്ടാലും ഞങ്ങൾ പ്രതികരിക്കും. ഞങ്ങളെ ശീലമായി പോയി, അത് ഞങ്ങൾക്ക് ശീലമായി പോയി. ഇത് ഞങ്ങളെ നേരെ മാത്രം കണ്ടുകൊണ്ടാണ് ഞങ്ങൾ പ്രതികരിച്ചത്. വേറെയുള്ള പ്രശ്നമാണ്, നമുക്കിവിടെ പ്രതികരിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ കാര്യമാണെങ്കിൽ നമ്മൾ പ്രതികരിക്കും, അത്രേ ഉള്ളൂ. അപ്പം കഴിഞ്ഞ മാസത്തെ പെൻഡിങ് ആയി കിടക്കുന്ന പങ്കന്റെ ഫുഡ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ടീച്ചറെ വിളിച്ചു വെച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു ആ ഫുഡ് പൈങ്കിളിക്ക് കഴിഞ്ഞ മാസത്തെ ഇല്ലാന്ന് പറഞ്ഞു, വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ആർക്കും കൊടുത്തിട്ടില്ല. ഇപ്പോഴും കൂടി ചോദിച്ചപ്പോൾ, നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും, ഇപ്പോഴും കൂടി ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞത് കഴിഞ്ഞ മാസത്തെ ഫുഡ് ഇല്ലായിരുന്നു എന്നായിരുന്നു. പിന്നെ അത് ഇന്ന് ഞാൻ പോയിട്ട് നിങ്ങൾ വന്നില്ലെന്ന്. പിന്നെ അങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ പിന്നെ ചോദിച്ചു അവിടെയുള്ള ഹെൽപ്പർ ചേച്ചി പറഞ്ഞു ഇല്ല 1/4 റാഗി കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ചോദിച്ചു 1/4 ഞങ്ങൾക്ക് അടുത്ത മാസത്തേക്കായിട്ട് കൂട്ടിത്തരണം എന്ന് പറഞ്ഞു. അതിന് സാറിനെ വിളിച്ച് ചോദിച്ചിട്ട് പറയണമെന്ന് പറഞ്ഞത് അല്ലേ അമ്മേ? സാറിനെ നമ്മളെ വിളിക്കേണ്ട വന്നേനെ. അത് തന്നെ, മിക്കവാറും നമ്മളത് വിളിച്ചില്ല. നമ്മള് പിന്നെ നമ്മുടെ ഒരു സാമാന്യ മര്യാദ കൊണ്ട് നമ്മൾ വിളിച്ചില്ല. അത് കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് സാറിനെ വിളിച്ചില്ല, ടീച്ചറിനെ വിളിച്ചില്ല, ആരെയും വിളിച്ചില്ല, ആരോടും ചോദിച്ചില്ല. അവരുടെ വകയാന്നും പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പേര് വന്ന ഫുഡ് കഴിഞ്ഞ മാസത്തെ പെൻഡിങ്ങിൽ കിടന്നത് ടീച്ചർ എന്ത് ചെയ്തു, നമുക്കെടുത്ത് തന്നിട്ടുണ്ട്. എന്നാ ഒരു അതന്നെ പ്രശ്നമാക്കരുതെന്ന്. ആരാ പ്രശ്നം ഉണ്ടാക്കിയത്? അവർ തന്നെയല്ലേ പ്രശ്നം ഉണ്ടാക്കിയത്. അത് നമ്മളോട് പറയാണ് പ്രശ്നം ഉണ്ടാക്കരുതെന്ന്. ഇങ്ങനെയൊക്കെ അതന്നെ എന്തായാലും ഒത്തുതീർപ്പാക്കിയിട്ടുണ്ട്. അങ്ങനെ ആവാതെ പറ്റില്ല, കാരണം അവരുടെ തെറ്റ്. ടീച്ചറാണ് ഇരുന്ന് പരുങ്ങി രക്ഷയില്ല ഗൈസ്. അപ്പം നമ്മള് സത്യമാണ് ചോദ്യം ചെയ്യുന്നത്. എന്തിനു വേണ്ടി അന്യായം ചെയ്യുന്നത്? അന്യായം എന്തിനു വേണ്ടിയിട്ട് ചെയ്യുന്നത്? അതും പൈങ്കിളിക്ക് മാത്രമാണ് അവിടെ പെൻഡിങ് വന്നിട്ടുള്ളത്. പിന്നെ അവര് പറയുന്നത് വേറെ ആരോടൊക്കെ വിളിച്ച് ചോദിച്ചു എന്നൊക്കെ പറയുന്നു. നമ്മൾ കണ്ടില്ല. നമുക്ക് നമ്മളെ കാര്യം നോക്കിയാൽ മതി. പേര് തന്നെ നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ മതി. വേറെയുള്ളവരുടെ കാര്യം നമുക്ക് നോക്കേണ്ട കാര്യമില്ല. അതന്നെ, അവർക്ക് പരാതി ഉണ്ടാവില്ലെന്നേ. ഇത് നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗം നമുക്ക് കിട്ടുന്നതാ. അല്ലാതെ അവരുടെ വീട്ടിൽ നല്ല എടുത്തു തരുന്ന സാധനമൊന്നും അല്ല നമ്മൾ ചോദിച്ചത്. പൈങ്കിളിക്ക് അവകാശമുള്ളത് നമ്മൾ പോയി ചോദിച്ചു, അത്രേ ഉള്ളൂ. അത് ഇത്രയും വലിയ തെറ്റുമായിട്ടോ. അതന്നെ, എന്താ കഥ. ഇപ്പൊ പൈങ്കിളിക്ക് അംഗനവാടിയിൽ നിന്ന് കിട്ടുന്ന എന്താ ഒരു കഷ്ണം വെല്ലോ അല്ലെ ഇച്ചിരി റാഗിപ്പൊടിക്കോ ആട്ടയ്ക്കോ ഉള്ള കൊതിയായിട്ടല്ല, മാസം കൊതിയായിട്ടല്ല കാശി പറയുന്നത്. അത് പൈങ്കിളിന്റെ അവകാശമാണ്. ഗവൺമെന്റ് 18 വയസ്സ് വരെ കൊടുക്കുന്നതാണ് ആ കൊച്ചിന്. അപ്പം അത് എല്ലാവർക്കും കിട്ടിയിട്ട് അവന് മാത്രം ഇല്ല. 18 വയസ്സ് കഴിഞ്ഞല്ലേ, ഇന്ന് പേര് പോയിന്ന്. പിന്നെ എന്തൊക്കെ ന്യായങ്ങളാ. നിങ്ങൾക്ക് ആ വീഡിയോ നിങ്ങൾക്ക് എടുത്ത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഗൈസ്. സുപ്രഭാതത്തിൽ പേരും വന്ന് സാറിനെ വിളിക്കണ്ട, സാധനങ്ങൾ അവർ പെൻഡിങ്ങിൽ കിടന്ന് തരുകയും ചെയ്തു. ഇപ്പൊ നമ്മളിത് ചോദ്യം ചെയ്തില്ലായിരുന്നെങ്കിൽ ഇതിങ്ങനെ അങ്ങ് പോയേനെ. പിന്നെ അവർക്ക് തോന്നുമ്പം അതന്നെ ഇനി വേറൊരാൾക്കും ഇങ്ങനെ പറ്റരുതെന്ന് ഉറച്ചിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. എന്തൊരു അന്യായം കണ്ടാലും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അന്വേഷിക്കണം. ഞങ്ങളും ഈ കാര്യം ഈ പരിസരത്തുള്ള കുട്ടികളുടെയൊക്കെ മാതാപിതാക്കളോട് ഞങ്ങൾ അന്വേഷിച്ചാണ് ഇപ്പോൾ പോയത്. ഇന്നും കൂടി കുറച്ച് പേർക്ക് ഫുഡ് കിട്ടിയിട്ടുള്ളൂ. എന്നിട്ടാണ് പൈങ്കിളിന്റെ മാത്രം പെൻഡിങ് ആയി കിടക്കുന്നത്. എങ്ങനെയാ അതും നമ്മൾ എപ്പോൾ തന്നെ അംഗൻവാടി പോയാലും നിങ്ങൾക്ക് ഞാൻ അംഗനവാടിന്റെ വീഡിയോ, ഞാൻ എപ്പോഴും ഫുഡ് വാങ്ങാൻ പോകുന്ന വീഡിയോ ഒക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്യാറുണ്ട്. ജനുവരിയിലാണ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് പോയത്. നിങ്ങൾക്ക് വീഡിയോ എടുത്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ലാസ്റ്റ് ആയിട്ട് ഫുഡ് വാങ്ങാൻ പോകുന്നത് ജനുവരിയിലാണ്. ഫെബ്രുവരി നിങ്ങൾ പോയത് കണ്ടിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ഈ മാസം പോയതും കണ്ടിട്ടുണ്ടാവില്ല. നമ്മളെ വിളിച്ചു ചോദിച്ചത്. അതന്നെ അവർ പറഞ്ഞു ഇല്ലാന്നൊക്കെ. എന്നാലും നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ടു നോക്ക്. നമ്മൾ പറയുന്നത് ന്യായാന്ന് ഇപ്പോഴും 101%. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് മനസ്സിലാവും ഏതാ സത്യം, എന്താ സത്യം എന്നുള്ള കാര്യം നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ സത്യം പറയുന്നവരുടെ വാ മൂടി കിട്ടാൻ 1000 പേര് ഈ ലോകം മുഴുവനും ഉണ്ടാവും. അതന്നെ. പിന്നെ അവരെന്തിനാ ലാസ്റ്റ് ആ റാഗിപ്പുട്ട് പെൻഡിങ് കിടന്നെടുത്തത്? കഴിഞ്ഞ മാസം ഇല്ലാന്ന് അവർ പറഞ്ഞ സാധനം മനഃപൂർവ്വം ചെയ്തതല്ലേ? അതന്നെ, മനഃപൂർവ്വം തന്നെ ചെയ്തതാണോ തന്നെ അല്ലയോ നിങ്ങൾ കമന്റ് ചെയ്യും. ഞങ്ങൾക്ക് ഇവിടെ മനസ്സിലായത് ഞങ്ങളോട് ഇത് മനഃപൂർവ്വം ചെയ്തത് തന്നെയാണെന്നാണ്. അല്ലേ? അതെ, തീർച്ചയായിട്ടും. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അതന്നെ, കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. ഇനിയും പ്രശ്നം ഉണ്ടാക്കിയാൽ നമ്മൾ ഇനിയും അവിടെ വരെ ഒന്ന് പോകേണ്ടി വരും. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് വീഡിയോ പ്രതീക്ഷിക്കാം. അതേപോലെ ടീച്ചറുടെ വിദ്യാഭ്യാസത്തിനെ പറ്റി പറഞ്ഞു. ടീച്ചർക്ക് വിദ്യാഭ്യാസം ഉണ്ട്, ഞങ്ങളുടെ എത്രയുള്ള മക്കളുണ്ടെന്ന്. ഗായ്സ്, നമ്മളിവിടെ വിദ്യാഭ്യാസത്തിന്റെ കണക്കോ കാര്യങ്ങളോ പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ വിഷയം പറയാനാണ് പോകുന്നത്. മക്കളുടെ നേരെ ഇങ്ങനെ ഒരു അറ്റാക്ക് വരുവാണെങ്കിൽ, ഇങ്ങനെ ഒരു കാര്യം നടക്കുകയാണെങ്കിൽ അവർ ഷുവറായിട്ടും അത് അവര് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പൊ നമ്മുടെ നേരെ വന്നാൽ നമ്മളത് കാണരുത്, അത് മിണ്ടി സഹിച്ചോണ്ടിരുന്നോണം. ഇതിനു വേണ്ടിയിട്ട് നല്ല കാര്യമായി. നമ്മളുടെ വിദ്യാഭ്യാസത്തിന്റെ കണക്ക് പറയാനൊന്നും അല്ല വന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസം മാത്രം പോരാ, തലയെ കുറച്ച് ചിന്തിക്കാനുള്ള വിവരവും കൂടി വേണം. വിവരം
വിദ്യാഭ്യാസം വേറെ വേറെയാണ്. അതെ വിവരം കുറെ വിദ്യാഭ്യാസം വെച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. കുറെ വിവരം ഉണ്ടെന്ന് ഓർത്തിട്ട് നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടാവണമെന്നില്ല. ഇത് രണ്ടും നമുക്ക് രണ്ടാണ്. പഠിക്കേണ്ട ചില ബോധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്കൂളിൽ മാർക്ക് വാങ്ങാനല്ല നമ്മളെ പറഞ്ഞു വിടുന്നത്, നമുക്കൊരു വിവരവും ബോധവും എല്ലാം ഉണ്ടാവാൻ. പക്ഷെ മാർക്ക് വാങ്ങാൻ സ്കൂളിലേക്ക് വിടുന്നത് സത്യമായിട്ട് കൂടുതൽ മാർക്ക് വാങ്ങണം. അവിടെ വേറെ ഒന്നിനും പ്രാധാന്യം ഇല്ല കേട്ടോ. അത് തന്നെ, നമ്മൾ പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്രയും അത് വെച്ച് ചോദിച്ചു എന്നുള്ളൂ, അല്ലാതെ ആരെയും കൊച്ചാക്കാനോ അത് തന്നെ ടീച്ചറുടെ ചെക്ക് ചെയ്യാനോ അവിടെ സംസാരിച്ചിട്ട് പോലും ഇല്ല. ടീച്ചർ തന്നെ എടുത്തിടുവാണ് ചെയ്തത്. നിങ്ങൾക്ക് വീഡിയോ കാര്യങ്ങൾ എടുത്തിടുവാണ് ചെയ്തത്. അപ്പൊ നമ്മള് എല്ലാം സോൾവ് ചെയ്ത് നടന്നു പോവാണ്. ഇപ്പൊ ഒരു വെയിലത്താണ് കേട്ടോ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം കേട്ടപ്പോ തന്നെ പോയി കൊട പോലും എടുക്കാതെയാണ് ഞങ്ങള് കേട്ട പാടി. ചെയ്യണ്ടേ. ഭയങ്കര എക്സാമും കഴിഞ്ഞപ്പോൾ വന്ന പാടെ കൊച്ചു ഫുഡ് വാങ്ങാൻ വേണ്ടി പോയ വഴിക്ക് നടന്ന കാര്യമാണിത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചോദ്യം ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ എല്ലാം ഇട്ടെറിഞ്ഞ് പുഴയിൽ പോകുന്നതെയാ. എല്ലാം ഇട്ടെറിഞ്ഞ് നമ്മൾ വേഗം അവിടേക്ക് പോയി കാര്യങ്ങളൊക്കെ സോൾവ് ആക്കി. അപ്പം പങ്കൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, അവരുടെ ഭാഗത്താണ് തെറ്റുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഞങ്ങൾ ഓർത്തിനി ഭയങ്കര ഒറ്റയ്ക്ക് പോയിട്ടാണോ എന്താ നമുക്കറിയില്ലല്ലോ. കൊച്ചു വന്ന് പറഞ്ഞു, അവിടെ പോയി ചോദിച്ചപ്പം അവർ എന്ന് പറയുന്നു അപ്പൊ തന്നെ എല്ലാം മനസ്സിലായി, എന്താന്നുള്ളത് വ്യക്തമായി മനസ്സിലായി. വിളിച്ചു ചോദിച്ചപ്പോ തന്നെ ഒരു ഞങ്ങൾ വിളിച്ചു ചോദിക്കായിരുന്നു. അപ്പൊ തന്നെ ടീച്ചർ വേഗം ഫോൺ കട്ടാക്കിയിട്ട് ചോദിക്കുക, നിങ്ങൾ എന്താ വിളിക്കാത്തതെന്ന് അവിടെ ചെന്നപ്പോ. അത് തന്നെ ടീച്ചർ വിചാരിച്ചില്ല നമ്മൾ അങ്ങോട്ട് പോകുന്ന. ടീച്ചർ വിചാരിച്ചില്ല. ഇനി എന്തായാലും ടീച്ചർ നമ്മളെ നേരെ മേലാൽ അങ്ങനെ ചെയ്യില്ല നമുക്ക് വിശ്വസിക്കാം. പക്ഷെ മനുഷ്യന്റെ കാര്യമാണ്. നമ്മളവരെ അപമാനിക്കാനോ വേണ്ടിയിട്ടോ ഒന്നുമല്ല നമ്മളിപ്പോ ഈ വീഡിയോ എടുത്തത്. സത്യം എന്താ നമുക്കറിയാം. അമ്മ വരെയാണ് മുന്നിട്ട് അമ്മച്ചിയാണ് വേഗം പറഞ്ഞത്, മര്യാദയ്ക്ക് പോയി ചോദിച്ചോ, എന്താ പ്രശ്നം എന്ന് അറിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. ഇവിടേക്ക് വന്നാൽ മതി. അപ്പം എന്ത് കാര്യം അന്യായം നടന്നാലും നമ്മളവിടെ പ്രതികരിക്കും. വേറെ ഒരു വിഷയമില്ല. അല്ലാതെ ആരെ കൊച്ചാക്കാൻ വേണ്ടിയിട്ടും അല്ല, ആരെ അപമാനിക്കാൻ വേണ്ടിയിട്ടും അല്ല. ഇതിന്റെ സത്യം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയണമായിരുന്നു. പിന്നെ അവകാശമുള്ളത് പിന്നെ നമുക്ക് അങ്ങനെ ഇല്ലാതാക്കേണ്ട ആവശ്യമില്ല. അത് ആർക്കും ഇല്ലാതാക്കാൻ പറ്റില്ല. അതന്നെ. അങ്ങനെ നമ്മൾ നടന്നതാ വീട്ടിലെത്തിയിട്ടുണ്ട്. ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് മൊത്തത്തിൽ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അതന്നെ. അപ്പൊ നിങ്ങൾ കണ്ടിട്ട് എന്താന്ന് വെച്ചാൽ കമന്റ് ഒക്കെ പറയാ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പിടുത്തം കിട്ടിയെന്ന് ഓർക്കുന്നു. ഇങ്ങനെയുള്ള അന്യായ പ്രവർത്തികൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളും പ്രതികരിക്കാനാണ് ഗായ്സ് ഞാൻ പറയുള്ളൂ. നിങ്ങൾക്കിപ്പോൾ എന്ത് തോന്നി എന്നുള്ള കാര്യം നിങ്ങൾ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കട്ടോ ഗായ്സ്. അപ്പം നമ്മുടെ അവിടെയുള്ള ടീച്ചർമാരുടെയും അതുപോലെ അവിടെയുള്ളവരുടെയൊക്കെ വിചാരം അവരുടെ കിച്ചണിലിരിക്കുന്ന എന്തോ പ്രൊഡക്ട്സ് നമ്മൾ കടം വാങ്ങാൻ ചെന്ന പോലെയാണ്. അങ്ങനെയല്ല കേട്ടോ, അങ്ങനെയല്ല, അവരങ്ങനെയാണ് വിചാരിച്ചു വെച്ചേക്കുന്നത്. അവരുടെ അടുത്ത് പ്രൊഡക്റ്റുകൾ നമ്മൾ പിടിച്ചു പറിക്കാൻ ചെന്ന പോലെ നമ്മുടെ അവകാശമാണ് ചോദിക്കാൻ ചെന്നത്, അല്ലാതെ ആരുടെ അടുത്തും തട്ടിപ്പറിക്കാനോ പിടിച്ചു പറിക്കാനോ വേണ്ടിയിട്ടൊന്നും അല്ല നമ്മൾ പോയത്. ഗായ്സ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ആയിട്ട് ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഫുഡ് എൻ്റെ ഞാൻ കാണിച്ചു തരാവേ. ടീച്ചർ അപ്പോൾ അംഗനവാടിയിൽ ഇരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ വീഡിയോ കറക്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എനിക്ക് 18 വയസ്സായപ്പോഴേക്കും എൻ്റെ കറക്റ്റ് ടീച്ചർ ക്ലോസ് ചെയ്തു, ഫുഡ് തരൽ ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ആകെ 4-5 മാസം എനിക്ക് ടീച്ചർ ഫുഡ് തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ പാടെ ടീച്ചർ എനിക്ക് 18 ആയെന്ന് പറഞ്ഞ് വേഗം ക്ലോസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ നമുക്കൊന്നും അറിയത്തില്ല എന്താ സംഭവം എന്ന്, ഇല്ലേ മമ്മേ? ഇതെന്താ സംഭവം എന്ന് നമുക്കറിയില്ല. ടീച്ചർ പറയുന്നതായിട്ട് വിശ്വസിച്ച് നമ്മൾ അങ്ങനെ ചെയ്യുന്നു. അപ്പോൾ പിന്നെ പൈങ്കിളിൻ്റെ കാര്യത്തിലും എൻ്റെ കാര്യത്തിൽ ചെയ്ത കാര്യം തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത് നമുക്കിവിടെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വന്ന് അന്വേഷിച്ചു, നമ്മൾ നാട്ടുകാരോട് അന്വേഷിച്ചു. അപ്പോഴാണ് നമുക്ക് കാര്യം മനസ്സിലായത്. ഇവിടെ കുറച്ച് പിള്ളേർക്ക് കിട്ടുന്നുണ്ട്. അവരുടെ അടുത്ത് അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അവർക്ക് കിട്ടി, ഇവിടെ പൈങ്കിളിക്ക് മാത്രം കിട്ടിയിട്ടില്ല എന്ന്. അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ കാര്യത്തിലും ടീച്ചർ അവിടെ അന്യായം ചെയ്തിട്ടുണ്ട്. എൻ്റെ വേഗം 18 വയസ്സായെന്നും പറഞ്ഞ് പൂർത്തിയാക്കി ടീച്ചർ 3-4-5 മാസം തട്ടിക്കൂട്ടി എങ്ങനെയൊക്കെ വെച്ചിട്ട് തന്നു, ക്ലോസ് ചെയ്ത് തന്നിട്ട് കുറച്ച് മാസം വളരെ ലേറ്റ് ആയിട്ടാണ്. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ 4-5 വയസ്സാണ് എനിക്ക് ഫുഡ് കിട്ടിയിട്ടുള്ളൂ. എത്ര വയസ്സ് മുതൽ നമുക്ക് കിട്ടേണ്ട? 18 വയസ്സ് വരെ ഓരോ പെൺകുട്ടികൾക്കും അല്ലേ മമ്മേ? ഓരോ പെൺകുട്ടികൾക്ക് 18 വയസ്സ് 12 മുതലോ 11 മുതലോ എങ്ങാണ്ട് കിട്ടേണ്ട സാധനം എനിക്കാകെ കിട്ടിയത് 4-5 മാസം എങ്ങാണ്ടാണ് കിട്ടിയത്. ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ എന്തായാലും കൊണ്ടുവന്ന ഫുഡ് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇപ്പോൾ ഒരു പ്രശ്നത്തിന് നമ്മൾ എന്തായാലും പോയിരിക്കുക. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു പ്രശ്നമാക്കണമെന്ന് ഓർത്തിട്ട് നമ്മൾ പ്രശ്നമാക്കിയില്ല കേട്ടോ. കഴിഞ്ഞ മാസത്തെ കൂടി കൂട്ടി തന്നു അല്ലേ? സാറിനെ വിളിക്കണം, ടീച്ചറിനെ വിളിക്കണം, കഴിഞ്ഞ മാസം തരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ മാസത്തെ ഇല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ ഹെൽപ്പർ ചേച്ചി പറഞ്ഞത് കഴിഞ്ഞ മാസം റാഗി പുട്ടെങ്ങാണ്ട് ഉണ്ടായിരുന്നു എന്ന് പിന്നെ എടുത്ത് പറഞ്ഞു. അപ്പോഴേക്കും ടീച്ചർക്കിട്ട കയ്യിൽ നിന്ന് മുഴുവൻ പോയി. അപ്പം എത്ര റാഗി കവറുണ്ട്? എന്തിന്? അവർക്ക് സത്യം പോലെ പറഞ്ഞാ പോരെ. വെള്ളത്തിന് വേണ്ടിയിട്ട്. ഗായ്സ് ഇപ്പൊ ഇത് റാഗി തന്നിട്ടുണ്ട്, പിന്നെ വെള്ളം ഇത്
പിന്നെ ഇതേ വെല്ലവും തന്നിട്ടുണ്ട്, റാഗി തന്നിട്ടുണ്ട്. അപ്പം 2 മാസത്തെയാണ് ടീച്ചർ നമുക്കിവിടെ തന്നിട്ടുള്ളത് കേട്ടോ. കഴിഞ്ഞ മാസം ഇല്ലാന്ന് പറഞ്ഞിട്ട് നമ്മളെ ചോദ്യം ചെയ്തതുകൊണ്ട് അറിയാൻ പറ്റുള്ളൂ നമ്മൾ ചോദ്യം ചെയ്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്തു, ചോദ്യം ചെയ്തുകൊണ്ട് കള്ളത്തരം പൊളിഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്തു, നമുക്ക് അവകാശമുള്ളത് അവരുടെ അടുത്ത് നിന്ന് പിടിച്ചു വാങ്ങേണ്ട അവസ്ഥയാണ്. എന്താ പറയാ, സത്യം പോലെ അവർക്ക് പറഞ്ഞാൽ പോരെ, സത്യം പോലെ പറഞ്ഞാൽ നമുക്ക് ഇവിടെ പ്രശ്നമുണ്ടോ? ഓക്കെ ടീച്ചറെ സാരമില്ല, നിങ്ങളുടെ കയ്യിൽ നിന്ന് പറ്റിയ തെറ്റായിരിക്കും, എങ്കിലും കുഴപ്പമില്ല. പക്ഷെ അവർക്ക് അത് സമ്മതിച്ചു തരാൻ പറ്റുന്നില്ല അല്ലേ? എന്നിട്ട് നിങ്ങൾക്ക് ആ വീഡിയോ കറക്റ്റ് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും, കറക്റ്റ് ആയിട്ട് മുഴുവൻ കാണണേ, എന്നാലാണ് അവരുടെ പരിങ്ങിക്കളി അവര് പറഞ്ഞത്. പിന്നെ വിദ്യാഭ്യാസത്തെ പറച്ചിലായി, പിന്നെ എന്തൊക്കെയാ പറയുന്നല്ലേ, ഇങ്ങനെയൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ കാര്യങ്ങളാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒന്നും അല്ല ചെന്നത്, നമുക്ക് നമ്മുടെ കാര്യം സത്യം പോലെ ഒന്നും അറിയണമായിരുന്നു. ഇപ്പൊ അങ്ങനെ പേര് മാത്രം എടുത്തു കളഞ്ഞത് ശരിയായില്ല. 18 വയസ്സ് ആയില്ലെന്ന് ചോദിക്കുന്നു, എന്താ കഥ? അതെ, പൈലിന്റെ അതേ പ്രായമുള്ള ഒത്തിരി പിള്ളേർ ഈ ഭാഗത്ത് കൂടിയുണ്ട്. അവർക്കൊക്കെ പിന്നെ അവർ ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞു. ക്ലോസ് ചെയ്ത് എത്രയാ? 18 വയസ്സുള്ള പിള്ളേരുടെയാണ് അവർ ക്ലോസ് ചെയ്തതെന്ന് പറയുന്നു. 15 വയസ്സിന്റെ ലിസ്റ്റിലുള്ള പങ്കിന്റെ പേര് മാത്രം 18ലേക്ക് വരുന്നത്. അത് തന്നെ. അപ്പൊ നിങ്ങൾക്ക് ഓർത്താൽ മതിയല്ലോ എന്റെ കാര്യത്തിൽ എന്തായിരിക്കും ടീച്ചർ ചെയ്തിട്ടുണ്ടാവുന്നത്. പിന്നെ ടീച്ചർ അവിടെ ഇരുന്ന് പറഞ്ഞു എന്റെ ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞു. ക്ലോസ് ചെയ്തിട്ടൊന്നും ഇല്ല. അതെ, ഇതുപോലെ തന്നെയാണ് മുമ്പ് ക്ലോസ് ചെയ്തത്. നമ്മൾ അവിടെ വേറൊരു വിഷയം അവിടെ ചെയ്യണ്ടെന്ന് ഓർത്തിട്ട് പിന്നെ നമ്മൾ അവിടേക്ക് പിന്നെ നിന്നില്ല ഗൈസ്. അപ്പൊ ശരിക്കും പറഞ്ഞ ആട്ടപ്പൊടിയും കൂടി ഗവൺമെന്റ് നമുക്ക് തരുന്നതാണ്. എല്ലാ മാസം വരുന്നത് നമുക്ക് ജനുവരി വരെ കിട്ടിയായിരുന്നു അല്ലേ? ജനുവരിയിൽ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നത്, കിട്ടിയായിരുന്നു എനിക്ക് തോന്നുന്നത്. ഫെബ്രുവരിയിലെ ആട്ടയില്ല, മാർച്ചിലെ ആട്ടയില്ല. അപ്പൊ ആട്ട ഉണ്ടാവേ ഇല്ല. റാഗിയും വെല്ലം ഉണ്ടാവും, വെല്ലം ഉണ്ടാവും. പിന്നെ ആട്ട എന്ന് പറയുന്ന സാധനം ഉണ്ടാവേ ഇല്ല. എന്തൊക്കെയാണ് അവകാശമാണ്, അതാണ് ഗായ്സ്. അപ്പൊ നമ്മുടെ ഗവൺമെന്റിന്റെ ആയിട്ടുള്ള ജോബാണിത്. അപ്പം അംഗൻവാടി അത് കേരളത്തിൽ ഒട്ടാകെ മുഴുവനുണ്ട്, എല്ലായിടത്തും ഉണ്ട് അംഗൻവാടി. അപ്പം അത്രയും റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു ആൾക്കാരുടെ അടുത്തുനിന്ന് പറ്റിയ വലിയൊരു കൃത്രിമ തെറ്റാണിത്. ഒരിക്കലും ഒരു ടീച്ചർമാരും ആരും ഒരിക്കലും ഒരു കുട്ടികളോട് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം അവരുടെ ഭാഗത്ത് പറ്റിയ തെറ്റ് തന്നെയാണിത്. അവർക്കത് നമ്മളോട് പറയായിരുന്നു ഞങ്ങളുടെ ഭാഗത്ത് പറ്റിയ തെറ്റാണെന്ന് പറഞ്ഞ് അവർക്ക് ഏറ്റു പറയായിരുന്നു. പക്ഷേ ഏറ്റു പറയാൻ വേണ്ട, നമുക്ക് മനസ്സിലാവുന്നില്ല. അവരെന്നിട്ട് അവരുടെ ഭാഗം തന്നെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്നിട്ട് അവർ തെറ്റ് സമ്മതിച്ചു തരുന്നില്ല കേട്ടോ, അപ്പം ഇങ്ങനെയുള്ള ഒരു നല്ല ജോബ് ചെയ്യുന്നവർ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുതെന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം അവരുടെ റെസ്പോൺസിബിലിറ്റിക്ക് എതിരെയായിട്ടാണ് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനിയെങ്കിലും അവർക്ക് ആ ബോധം ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ആരോടും ഇങ്ങനെ ചെയ്യാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതും ഞാൻ പറയുന്നതും. ഇനി ഒരിക്കലും അവരോട് ചെയ്യല്ലേ. കാരണം ഇതെപ്പോഴും പ്രതികരിച്ചുകൊണ്ടിരിക്കണമെന്നില്ല. എല്ലാവരും ഒന്നും ശ്രദ്ധിക്കൂല, പ്രതികരിക്കൂല, കിട്ടുന്നത് കിട്ടുന്നുകൊണ്ടും. അതന്നെ, വേറൊരു അംഗനവാടിയിൽ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അമ്മച്ചി. ഇതുവരെ ഒരു പ്രശ്നം ഇതുവരെ ഒരു അംഗൻവാടിയിൽ സംഭവിച്ചു ഞാൻ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ. ആദ്യം വന്ന ഒരു ചെറിയ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ കണ്ണടച്ചു. ഞാൻ പറഞ്ഞില്ല, എന്റെ കാര്യത്തിൽ തന്നെ നമ്മൾ കണ്ണടക്കാൻ പാടില്ലായിരുന്നു അമ്മച്ചി. നമ്മൾ അതും പോയി നമ്മൾ ചോദ്യം ചെയ്യണമായിരുന്നു. എന്നാ പിന്നെ ഇവിടെ പൈലിന്റെ കാര്യത്തിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. നമ്മളത് മിണ്ടാതിരുന്ന കൊണ്ടാണ് ഇപ്പം നമ്മൾ ഓർക്കുന്നത് എന്താ ഇങ്ങനെ ആയിരിക്കും റൂൾ എന്നാണ് നമ്മൾ വിചാരിച്ചോണ്ടിരിക്കുന്നത്. വിശ്വാസം ഉണ്ടായിരുന്നു. അത് അവരായിട്ട് തന്നെ നശിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പൊ നമുക്ക് എന്തായാലും ഈ കാര്യത്തിൽ പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അന്യായം എല്ലാവരും അന്യായം ചെയ്യാൻ വേണ്ടി നടക്കുന്നവരാണ്. അതുകൊണ്ട് നമുക്ക് ചുറ്റിനും നമുക്ക് കണ്ണുകൾ വേണമെന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോ ശരിക്കും നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഗായ്സ്. അപ്പം ഇനി അവര് ഒരു കുട്ടിയോട് പോലും ഇങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് അവരുടെ അവകാശമാണ്, അവരുടെ അവകാശം നമ്മുടെ അവകാശമൊക്കെ ഇല്ലാതാക്കാൻ. അതന്നെ, നമുക്ക് ഗവൺമെന്റ് നമുക്ക് തരുന്നതാണ്. ഇവർക്ക് അത് ചോദ്യം ചെയ്യാനോ പിടിച്ചു വെക്കാനുള്ള ഒരു അധികാരം ഇല്ല. അത് പിടിച്ചു വെക്കാനുള്ള ഒരു അധികാരം ആർക്കും ഇല്ല. ഞാൻ പറയുമ്പോ ഉണ്ടല്ലോ, ഓരോ കുട്ടികൾക്കും സത്യം പറഞ്ഞാല് വേറെ ഏതെങ്കിലും രീതിയിൽ കൊണ്ടു കൊടുക്കുന്നതാണ് നല്ലത്. അംഗനവാടി വഴി കൊടുത്തിട്ട് ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ പറ്റുവാണെന്ന് ആലോചിച്ച് നോക്കും. നമ്മളിത് വല്ലതും അറിയുന്നുണ്ടോ? നമ്മളിത് അറിയുന്നുണ്ടോ? നമുക്ക് അറിയോ എന്തൊക്കെയാണ്? വരാനും പറ്റില്ല. കാരണം അവരാണ് ഈ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഓരോ പ്രോസസ്സുകളുണ്ട്, ചെയ്ത പ്രോസസ്സുകളാ. അത്രയൊന്നും കള്ളത്തരം ഒന്നും പറ്റാത്ത രീതിയിൽ ഇത്രയും കെയർഫുൾ ആയി ചെയ്തിട്ട് പിന്നെ എങ്ങനെ ഇവിടേക്ക് ഇങ്ങനെ ഇത്രയും കള്ളത്തരങ്ങൾ ഉണ്ടാവുന്നത്? അതെ, എന്നിട്ട് പറയാം ആധാർ ഇനിയും കൊണ്ടുവരണമെന്ന്. പൈങ്കിളിക്ക് മാത്രമേ ഉള്ളൂ ആധാർ 3 പ്രാവശ്യം. ആധാറും വേണ്ട, പൈങ്കിളി ഇന്ത്യൻ അല്ലാന്ന് തന്നെ വേണേ പറയും. അതന്നെ, നമ്മൾ ഈ ഒരു വ്യക്തി അല്ലാന്ന് വരെ വേണേ പറയാൻ മടിക്കില്ല. അങ്ങനത്തെ പ്രവൃത്തികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യമായിട്ടും. എന്തായാലും ഇനി ഈ ഒരു തെറ്റ് വേറൊരു ആൾക്കാരും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, വേറൊരു അംഗനവാടി അധികൃതരും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ആക്ച്വലി പോസ്റ്റ് ചെയ്യുന്നത്. ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല അംഗനവാടിയിൽ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇത് ആദ്യമായിട്ടാണ് നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് നമ്മുടെ വെള്ളിമല അംഗനവാടിയിൽ നടന്നിരിക്കുന്നത്. അപ്പം എന്തായാലും ഇത് പൊറുക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാണ്.
അപ്പം ഇനി ഒരു കുട്ടിയോടും ഇവരിങ്ങനെ ചെയ്യാതിരിക്കട്ടെ, ഇനി ഒരു ആൾക്കാരും ഇങ്ങനെ ചെയ്യാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ? നിങ്ങൾ ചോദ്യം ചെയ്യണം ഗായ്സ്, അതന്നെ ഞാൻ പറയുള്ളൂ. അറിയത്തില്ല ഗായ്സ്. അപ്പം എനിക്കൊരു സംശയം കൂടി ഉണ്ട്. അപ്പം നമ്മുടെ ഈ അംഗനവാടിയോടനുബന്ധിച്ചിട്ട് തന്നെയാണ് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ പ്രവേശനോത്സവം ഒക്കെ വരുന്ന ടൈമിൽ, അതുപോലെ സ്കൂൾ കലോത്സവം, അംഗനവാടിൻ്റെ കലോത്സവം ഇപ്പം തന്നെ തുടങ്ങുന്ന ടീച്ചർ ഇപ്പം നമ്മൾ പോയപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് കലോത്സവത്തിന് വേണ്ടിയിട്ട് അത് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിരിവായിട്ട് 100 രൂപ കൊടുക്കണം എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കലോത്സവമൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഗവൺമെന്റിൽ നിന്നൊന്നും ഇവർക്കൊരു ക്യാഷും കൊടുക്കുന്നില്ലേ ഇത് നടത്താൻ വേണ്ടിയിട്ട്? ഒരു ഫണ്ട് കൊടുക്കുന്നില്ലേ? അതോ നമ്മൾ തന്നെ ഈ ഫുഡ് വാങ്ങിക്കുന്ന കുട്ടികൾ തന്നെയാണോ, അവരാണോ കൊടുക്കേണ്ടത്? എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ അത് അറിയുമെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് പറഞ്ഞു തരണേ. കാരണം നമ്മളോട് എപ്പോഴും ഇങ്ങനെ ക്യാഷ് ചോദിക്കുന്നതുകൊണ്ട് നമ്മൾ കൊടുത്തിട്ടുമുണ്ട്, ഇനി എന്തായാലും കൊടുക്കാനോട്ട് പോകുന്നുമില്ല. അപ്പം അത് നിങ്ങളുടെയൊക്കെ ഭാഗത്തിലുള്ള അംഗനവാടികളിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ? എനിക്കറിയത്തില്ല കേട്ടോ. നമ്മുടെ ഭാഗത്ത് മാത്രമാണോ എനിക്കറിയത്തില്ല. നമ്മളോട് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നാൽ മതി എന്നാണ് നമ്മളോട് പറഞ്ഞത്. പക്ഷെ ഗ്രൂപ്പിലൊക്കെ ഇടുന്നത് എന്തായാലും നിങ്ങൾ 50 രൂപ അല്ല 100 രൂപ നിങ്ങൾ തന്നിരിക്കണം. പ്രവേശനോത്സവത്തിന് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്നേ ഇല്ല. കാരണം ഇത്രയും നല്ല പ്രവർത്തനം നമ്മളോട് ചെയ്തുകൊണ്ട് തന്നെ 50 രൂപയായാലും 100 രൂപയായാലും നമ്മൾ കൊടുത്തു എന്ന് അങ്ങോട്ട് സങ്കല്പിച്ചോട്ടെ അവര്. കാരണം പൈങ്കിളിക്ക് 18 വയസ്സായെന്ന് പറഞ്ഞവരല്ലേ. അതിന് അവർക്ക് ആധാർ കാർഡ് അത്യാവശ്യമായിരുന്നു കേട്ടോ. ചോദിച്ചു. അപ്പോഴേക്കും അവർക്ക് പിന്നെ വായില്ല ഇല്ല. അപ്പോൾ അത് നമ്മൾ ഇത് ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ആധാർ കാർഡ് അവർക്ക് കൊണ്ട് കൊടുക്കുന്നതാണ്. അവരതെല്ലാം നോക്കി കറക്റ്റാക്കി എഴുതി വെക്കുന്നതുമാണ് ഗായ്സ്. എന്നിട്ട് പിന്നെ ഒരു സുപ്രഭാതത്തിൽ പറയാണ് 18 വയസ്സായതല്ലേ എന്ന്. എന്താ കഥ? എന്താ പറയണ്ടേ? നമുക്ക് മാത്രം ഇങ്ങനെ തരാതിരിക്കുന്നുള്ളൂ എന്ന് പറയണം. കല്യാണം കഴിച്ച് വിട്ട പിള്ളേർക്ക് പോലും അവര് കാത്തു കെട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. സത്യമായിട്ടും ഇതിപ്പോ നമുക്ക് മാത്രം. എനിക്കൊക്കെ നേരത്തെ 18 വയസ്സായെന്ന് പറഞ്ഞ് ക്ലോസ് ആക്കി വെച്ചേ. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മളിത് വല്ല അറിയുന്നുണ്ടോ? എന്തായാലും ഈ അന്യായങ്ങളൊക്കെ ഇപ്പൊ തന്നെ ഇത് സ്റ്റോപ്പ് ചെയ്തില്ല ശരിയാവില്ല. കാരണം ഇത് ആരും ചോദ്യം ചെയ്യുന്നില്ല, അതുകൊണ്ടാണ്. അതന്നെ, ബാക്കിയുള്ളവരെ ചെല്ലുന്നില്ല, നമ്മുടെ നേരെയാണല്ലോ വരുന്നത്. നമ്മുടെ നേരെ എന്ത് വന്നാലും നമ്മൾ ഗായ്സ് ഉറപ്പായിട്ട് നമ്മള് ചോദ്യം ചെയ്തിരിക്കും. അത് ഉറപ്പാണ് 100%. അന്യായമാണെങ്കിൽ കേട്ടോ, അന്യായമാണെങ്കിൽ നമ്മള് പറയേണ്ട. ഉറപ്പായിട്ടും ഗായ്സ്. ഇപ്പൊ എന്തായാലും ഈ 2 മാസത്തെ കറക്റ്റ് ആയിട്ട് അവര് നമുക്ക് എന്തായാലും ചോദിച്ചുകൊണ്ട് തന്നു കേട്ടോ. അല്ലെങ്കിൽ ഈ മാസത്തെയും കിട്ടൂല, കഴിഞ്ഞ മാസത്തെയും നമുക്ക് കിട്ടൂല. അടുത്ത മാസം നിങ്ങളുടെ വന്നിട്ടുണ്ട്, ഔട്ടാക്കി. അടുത്ത മാസം ചെല്ലുമ്പോ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു പോയതുകൊണ്ട് ഇപ്പൊ ഇന്നാക്കി അങ്ങനെ എന്തായാലും കാണിച്ച് നമുക്ക് എടുത്തു തന്നേനെ. അപ്പൊ എന്തായാലും ചോദിച്ചുകൊണ്ട് ഈ 2 മാസം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പെൻഡിങ് കിടന്നതും പിന്നെ മാർച്ചിലും കിട്ടിയിട്ടുണ്ട് ഈ മാസത്തില്. അപ്പം ഇനി നെക്സ്റ്റ് മന്ത് ഇനി എന്താവും ദൈവത്തിനറിയാം. ചിലപ്പോ പറയുമെന്ന് പറയാൻ പറ്റില്ല. സത്യം 18 വയസ്സാക്കിയ ആൾക്കാരാണ്. അപ്പം ഒന്നും അറിയത്തില്ല ഇനി എന്താ വരാൻ പോകുന്നത്. കിട്ടുമായിരിക്കും, അറിയത്തില്ല. എന്തായാലും എന്താ സംഭവം നമുക്ക് മനസ്സിലാവുന്നില്ല. ഇനി നമ്മളിനി എന്നും ഇട്ടിരിക്കും, ഉറപ്പാണ്. അത് ഷോർട്സ് ആയെങ്കിലും ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കും. ഞാൻ എപ്പോഴും തന്നെ വീഡിയോയിൽ ഞാൻ ഇടുന്നതാണ്. മറ്റേ അവർക്കറിയാലോ, ഞങ്ങൾ ഇടുന്നതാണ്. അപ്പം എന്തായാലും അന്യായങ്ങൾ കണ്ട ഗായ്സ് നിങ്ങളായാലും നിങ്ങൾ ചോദ്യം ചെയ്യണം. നമ്മുടെ അവകാശമാണ് നമ്മൾ ചോദ്യം ചെയ്തത്, വേണ്ടാത്ത കാര്യത്തിനല്ല നമ്മൾ ചോദ്യം ചെയ്തത്. അപ്പം ഞങ്ങൾ ചെയ്തത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. അപ്പം കൂടുതലൊന്നും 101% ശരിയാണെന്നാണ് നമ്മുടെ എന്റെ വിശ്വാസം, ഞങ്ങളുടെ വിശ്വാസം. അപ്പൊ എന്തായാലും എന്താണ് നിങ്ങൾക്ക് ഇവരെ പറ്റി തോന്നുന്നത്, എന്താണ് ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്താണെന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ എന്തായാലും ഇങ്ങനെയൊന്നും ഇനി ഉണ്ടാവാതിരിക്കട്ടെ നമുക്ക് എന്തായാലും ചിന്തിക്കാം. പക്ഷെ പ്രശ്നങ്ങളൊന്നും സോൾവ് ആക്കാതെ ആരും ദൈവം വിട്ടേക്കരുത്. കാരണം അവർക്ക് വളം വെച്ച് കൊടുക്കുന്ന രീതിയാണിത്. നമ്മൾ ചോദ്യം ചെയ്യാതിരിക്കും തോറും അവർക്ക് അതൊരു പ്രചോദനം ആവുകയാണ്. അപ്പൊ അവർ കൂടുതൽ തെറ്റുകൾ ഇനി അവർ അടുത്ത ആൾക്കാരോട് ചെയ്യാതിരിക്കാനാണ് നമ്മളിപ്പോ ചോദ്യം ചെയ്തത്. ചിന്ത വരുമ്പോഴാണ് ഇങ്ങനത്തെ പ്രോബ്ലംസ്. തീർച്ചയായിട്ടും എന്തായാലും ചോദ്യം ചെയ്ത് സത്യം നമ്മുടെ ഭാഗത്തു നിന്നുള്ള കാര്യം നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പരമാവധി ഷെയർ ചെയ്യുക. കാരണം എല്ലാവരും അറിയട്ടെ, തെറ്റുകൾ ആർക്കെങ്കിലും ഇനി പറ്റാതിരിക്കട്ടെ എന്ന് നമുക്ക് ഓർക്കാം. സത്യം.